ഏറ്റവും ആദ്യം നമുക്കറിയാം നമ്മുടെ പോഴ്സൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്യണം. സോ അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് വെസ്റ്റേൺ ഗ്ലോൻ്റെ ഒരു എന്താ പറയുക അലോവേര ജെല്ലാണ്. എന്ന് വന്നിട്ട് നല്ലൊരു എന്താ പറയുക സാധാരണ പതഞ്ജലിനേക്കാളും കുറച്ചും കൂടെ നമ്മുടെ ഈ പോർ മിനിമൈസിങ്ങിനൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട്. കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. സോ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് സാധാരണ നമ്മൾ എന്താ പറയുക പ്രൈമേഴ്സ് യൂസ് ചെയ്യുന്നത് ടീ സോൺസും കാര്യങ്ങളും മാത്രമാണ്. പക്ഷേ ഞാൻ എല്ലാ ഭാഗത്തും യൂസ് ചെയ്യുന്നത് കാരണം ഞാൻ വല്ലാണ്ട് വേർക്കുന്ന ഒരാളാണ്. സോ ഞാൻ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യുന്നുണ്ട്. നല്ലപോലെ അപ്ലൈ ചെയ്തിട്ട് ഈ സാധനം നമ്മുടെ മുഖത്തിന് അബ്സോർബ് ചെയ്യാനായിട്ട് വെക്കണം. എന്നാൽ മാത്രമാണ് നമുക്കിതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്ഫിറ്റ് നന്നായിട്ട് ഇരിക്കത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു ഫിനിഷിങ് കിട്ടത്തില്ല. സോ അത് നല്ലപോലെ സെറ്റ് ചെയ്യുക. അതിന് ശേഷം ഞാനൊരു കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ മെബിലിൻ്റെ എജ്രുവൻ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഇതിൻ്റെ ഷെയ്ഡ് കാരമലാണ്. സോ ഇതാണ് ഞാൻ യൂസ് ചെയ്ത് ഓൾമോസ്റ്റ് തീരാറായി. അപ്പോൾ ഞാൻ കൺസീലർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. എക്സ്ട്രാ വേറെ ഫൗണ്ടേഷൻസ് ഒന്നും യൂസ് ചെയ്തില്ല. കാരണം കൺസീലറിൽ വെച്ച് ഞാൻ പക്കയാക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓഫ് കോഴ്സ് നമ്മുടെ അണ്ടർ ഐ ഏരിയാസ്, അതുപോലെ തന്നെ കണ്ണിൻ്റെ ഐലിഡ്സ്, അതുകൂടാതെ നമുക്ക് എവിടെയൊക്കെയാണ് നമ്മുടെ എന്താ പറയുക ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉള്ളത്, അതുപോലെ തന്നെ മൂക്കിൻ്റെ മേലെ ഒരു ഹൈലൈറ്റിംഗ് ഓപ്ഷനായിട്ട് വേണ്ടിയിട്ട് നമ്മുടെ ചുണ്ടിൻ്റെ താഴെ. അപ്പോൾ ഞാൻ എൻ്റെ ഓൾ ഓവർ ഫേസിലും ഞാൻ കൺസീലർ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. കുറച്ച് തിക്കായിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. കാരണം ആ ഒരു ഫിനിഷിങ് കിട്ടാനായിട്ട് നമുക്ക് ആ ഒരു കവറേജ് കിട്ടാനായിട്ട്. അപ്പം നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര മേക്കപ്പ് ചെയ്യാൻ അറിയാത്ത ആൾക്കാരാണെങ്കിലും അറിയുന്ന ആളാണെങ്കിലും നമ്മൾ ഈ ബേസ് ചെയ്യുന്ന ആ ഒരു എന്താ പറയുക സെറ്റിലാണ് ശരിക്കും നമ്മുടെ മേക്കപ്പിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഫോമുല ഇരിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, ആ ഒരു ഫോമുല എന്ന് പറയുന്നത്, ആ ഒരു ഫ്ലോലെസ് ഫിനിഷ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ബ്ലെൻഡിങ്ങിൽ തന്നെയാണ്. അത് നമുക്കിന്ന് ബ്ലെൻഡിങ് ബ്രഷ് വേണം, അല്ലെങ്കിൽ ബ്ലെൻഡിങ് സ്പഞ്ച് വേണം നിർബന്ധമൊന്നുമില്ല. കൈയാണെങ്കിൽ കൈ, പക്ഷേ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ആ രീതിക്ക് ആ വൃത്തിയിൽ ചെയ്യുക, എങ്കിൽ മാത്രമേ നമുക്ക് ആ ബേസ് ഒരു വൃത്തിയിൽ കിട്ടത്തുള്ളൂ. സോ ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഒരു സെറ്റിംഗ് പൗഡറാണ്. ഇത് ലാക്മിയുടെ നാച്ചുറൽ കോറലാണ്. ഇത് ഏകദേശം തീർന്നിട്ട് പുതിയത് മേടിക്കാമെന്ന് വെച്ചിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഇത് പകുതിക്കിട്ടിട്ട് അത് പുതിയതെടുക്കും. അപ്പോൾ അതുകൊണ്ട് തീർന്നിട്ട് മേടിക്കാമെന്ന് കരുതിയിട്ടാണ്. ഇവിടെ വിഷുത്തിരക്കാട്ടോ, ഭയങ്കര വിഷുത്തിരക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതിന് വോയിസ് ഓവർ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്താൽ അത് കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടി നോക്കാമെന്ന് കരുതിയിട്ടാണ്. കാരണം ഇന്ന് വൈകുന്നേരം വരണ്ടായിരുന്നു, നാളെ വിഷുവായി. സോ ഒരു വീഡിയോയും കൂടി എഡിറ്റ് ചെയ്ത് എന്താ പറയുക അപ്ലോഡ് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ എൻ്റെ എന്താ പറയുക ദേഹത്തല്ല മുഖത്ത് മുഴുവനായിട്ട് ഈ ഒരു സെറ്റിംഗ് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. കോമ്പാക്ട് പൗഡർ. ഞാൻ സെറ്റിംഗ് പൗഡർ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം സെറ്റിംഗ് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ, ലൂസ് പൗഡർ ഇട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖം ഭയങ്കര പ്രായം തോന്നിക്കും. സോ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 7 Seas'ൻ്റെ ഒരു ഐഷാഡോ പാലറ്റാണ്. ഐഷാഡോ കം കോണ്ടൂർ പാലറ്റാണിത്. അതിലൊരു എന്താ പറയുക ഒരു ഡാർക്ക് ബ്രൗൺ പോലത്തെ ഒരു ഷെയ്ഡ് എടുത്ത് ഞാനൊന്ന് കോണ്ടൂർ ചെയ്ത് കൊടുക്കുകയാണ് എൻ്റെ ഫേസ് കംപ്ലീറ്റ് ആയിട്ട്. നല്ലപോലെ കോണ്ടൂർ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ആ ഒരു ഭാഗത്തൊക്കെ എനിക്ക് കോണ്ടൂറിൻ്റെ ഒരു എന്താ പറയുക ആവശ്യമില്ല. ദെൻ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് ഭാഗത്തും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ് നമുക്ക് എന്താ പറയുക ഒരു ഫിനിഷിങ് കിട്ടും. അപ്പം ഞാൻ ഈ ഇടയ്ക്കാണ് ശരിക്കും ഈ ബ്ലെൻഡിങ്ങിനെ കുറച്ചും കൂടെ ഒന്ന് നോക്കാനായിട്ട് തുടങ്ങിയത്. സെയിം പാലറ്റിൽ തന്നെ ഒരു പീച്ചി പിങ്ക് കളർ എടുത്തിട്ട് ഞാനൊന്ന് ബ്ലഷായിട്ട് എഴുതി കൊടുക്കുകയാണ്. പക്ഷേ അത്ര വലിയ ബ്ലഷിംഗ് ഒന്നുമില്ല. എനിക്ക് ബ്ലഷ് പൊതുവെ അത്ര ഇഷ്ടമല്ല. ഞാൻ ഒരു കോണ്ടൂർ ചെയ്തതിൻ്റെ തൊട്ട് മേലെയായിട്ട് തന്നെ ഒരു ബ്ലഷ് ഇട്ട് കൊടുക്കുകയാണ്. ചുമ്മാ ഒരു ചെറിയൊരു പീച്ച് ടിൻറ്റിന് വേണ്ടിയിട്ട് മാത്രം. എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. എനിക്ക് ബ്ലഷിൽ കുറച്ചും കൂടെ ബെറ്ററായിട്ട് തോന്നിയത് നമ്മുടെ എന്താ പറയുക 925ൻ്റെ ലാക്മിയുടെ ആ ഒരു ചീക്ക് ആൻഡ് ലിപ്പ് കളർ ഉണ്ടല്ലോ, അതാണ് എനിക്ക് കുറച്ചും കൂടെ വർക്കായത്, ലൈക്ക് ഒരു സൂപ്പറായിട്ട് തോന്നിയത്. സോ ഞാൻ കംപ്ലീറ്റ് എൻ്റെ മുഖത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ബ്ലഷ്. പൊതുവെ എനിക്ക് ബ്ലഷ് അത്ര താല്പര്യമില്ല. കാരണം ഞാൻ ചൂട് കാണുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് ചോക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ചൂടത്താണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബ്ലഷിൻ്റെ ഒരു ആവശ്യം വരാറില്ല. ദെൻ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു ലിപ്സ്റ്റിക്, ലൈക്ക് നമ്മുടെ ലാക്മിയുടെ 925ൻ്റെ ബർഗണ്ടി റഷ് എന്ന് പറഞ്ഞ കളർ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ഐലിഡ്സിൽ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ട്രാൻസിഷൻ ഷെയ്ഡിന് വേണ്ടിയിട്ട്. അതാകുമ്പോൾ നമ്മുടെ ഐലിഡ്സ് കുറച്ചൊരു നല്ല ഭംഗിയുണ്ടാവും, ഒരു നാച്ചുറൽ ലുക്കായിട്ടുണ്ടാവും. സോ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബ്ലെൻഡ് ചെയ്തിട്ട് ആ ഒരു എന്താ പറയുക കംപ്ലീറ്റ് നമുക്കത് കണ്ടു കഴിഞ്ഞത് കണ്ണിൻ്റെ കളറാണെന്ന് തോന്നുന്ന രീതിയിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. സോ ആ ബ്ലെൻഡിങ് ഞാൻ വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. കണ്ടോ, രണ്ട് കളറും തമ്മിൽ ഡിഫറൻസ് കണ്ടില്ലേ? നല്ലൊരു കളറായിട്ട് ഇങ്ങനെ ഈ ഇടയ്ക്ക് പരീക്ഷിച്ച് നോക്കിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ ഡെയിലി ലുക്സിൽ പോലും ഈ സാധനം ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. സോ ദ സെയിം തിങ് ഞാൻ എഗെയിൻ ഇപ്പുറത്തെ ഭാഗത്ത് എന്താ പറയുക
നമ്മുടെ കണ്ണിലും കൂടെ ചെയ്ത് കൊടുക്കുകയാണ്. എന്നാൽ നമുക്ക് കണ്ണിന് കുറച്ചും കൂടി ഒരു പോപ്പ് ഔട്ട് ചെയ്ത ഫീലിംഗ് കിട്ടുന്ന കണ്ണൂർ ഒരു ഭംഗിയുണ്ടാകും കാണാനായിട്ട്. ആ ഒരു ഏരിയ പൊതുവെ കാണാൻ ഒരു നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഐ ഷാഡ്സൊക്കെ ഇട്ട് എന്താ പറയുക ഐലൈനറൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ണ് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. സോ അത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഈ ഐ ഷാഡോസ് ആണെങ്കിലും നമ്മൾ ലിപ്സ്റ്റിക് ഒഴിച്ച് ബാക്കി ഏതൊരു സാധനമാണെങ്കിലും ബ്ലെൻഡിങ്ങിലാണ് അതിൻ്റെ പവർ ഇരിക്കുന്നത് കേട്ടോ. ആ ബ്ലെൻഡിങ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും വൃത്തിയിൽ കിട്ടത്തില്ല. സോ ഞാൻ അതിൽ നിന്ന് ബാക്കി വരുന്ന ഒരു കുറച്ച് ഷെയ്ഡ് ഉണ്ടാവുമല്ലോ, നമുക്ക് ഓൾറെഡി അതിൽ ഉണ്ടാവുമല്ലോ, അതെടുത്തിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കണ്ണിൻ്റെ താഴെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കാരണം ഫൈനലി നമുക്കൊരു പ്രൊഫഷണൽ ടച്ച് വരാനാണ്, അല്ലെങ്കിൽ ആ ഒരു ഭംഗി നമുക്ക് കണ്ണിന് കംപ്ലീറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്ത് കൊടുക്കുന്നത്. സോ ഞാൻ ചെയ്ത് കൊടുക്കണം. ദെൻ അടുത്ത കണ്ണിലും സെയിം തിങ് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ആ ഒരു ശരിക്കും അതൊരു ഭംഗിയിൽ അവിടെ ഉണ്ടാവും കേട്ടോ. അത് എൻറ്റയർ ഫേസിൽ ആ ഒരു ഭംഗി നമുക്ക് കിട്ടും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു മ്യൂസിക് ഫ്ലവറിൻ്റെ ജെൽ ഐലൈനറാണ് എടുക്കുന്നത്. ഇതെടുത്തിട്ട് ഞാൻ കണ്ണിൻ്റെ മേലേക്ക് ചെറിയൊരു നേരിയൊരു ലൈൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിങ്ങനെ വൃത്തിയിൽ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. കുറച്ച് മെസ്സി ആയിട്ട് ഇരുന്നാലും കാര്യമില്ല, പ്രശ്നമില്ല. കാരണം നമ്മൾ സ്മഡ്ജ് ചെയ്തിട്ടൊരു എന്താ പറയുക, ഒരു സ്മഡ്ജി ആയി ലുക്കാണ് ഇപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഈ ഒരു കട്ടിയായാലും മതി. നമ്മളിനി ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മഡ്ജ് ചെയ്യാൻ, പക്ഷേ ഇത് കുറച്ച് കട്ടി കുറഞ്ഞു പോയി, ലൈക്ക് ആ ഒരു തിക്നെസ് വന്നിട്ടില്ല, കളർ കറക്റ്റായിട്ട് വന്നിട്ടില്ല. പക്ഷേ ചെയ്ത് വന്നപ്പോഴത്തേക്കും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഒരു ബ്രഷ് എടുത്തിട്ട് നല്ലപോലെ അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ കണ്ണിൻ്റെ ലിഡും അതുപോലെ തന്നെ ആ ഒരു കളറും കൂടെ നല്ലപോലെ എന്താ പറയുക ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വേണം ഞാനത്, സോറി അപ്പുറത്തെ ഇപ്പുറത്തെ കലക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ, ഈ സമയത്തൊക്കെ വീഡിയോ എടുത്ത് ഇതാട്ടോ അവസ്ഥ. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നല്ലപോലെ ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഷെയ്ഡ് അവിടെ കിട്ടുന്നുണ്ട്. സോ ഈ ഷെയ്ഡ് നമുക്ക് കിട്ടുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു ഭംഗി കിട്ടുന്നുണ്ട്. ഞാൻ ലെൻസ് വെച്ചിട്ടുണ്ട്. സോ കണ്ടോ, നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എത്രത്തോളം ബ്ലെൻഡ് ചെയ്യുമ്പോൾ അത്രത്തോളം ആ ഒരു ഭംഗിയുണ്ടാവും. ഞാനിനി എൻ്റെ ഫേവറേറ്റ് ഐലൈനർ എടുത്തിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു വിങ്ഡ് ഐലൈനർ കൊടുക്കുകയാണ്. കാരണം എനിക്ക് വിങ്ങാണ് എൻ്റെ കണ്ണിന് കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുക. സോ എൻ്റെ കൺപീലിക്ക് ഇപ്പോൾ ഭയങ്കര നീളമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെയ്യുമ്പോൾ എനിക്ക് ആ തെറ്റത്തൊക്കെ ഉള്ള കൺപീലിയിലൊക്കെ ആവും. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണിപ്പോൾ കൺപീലിയുടെ നീളം കാരണം. വളരെ ചെറിയൊരു വിങ്ങാട്ടോ ചെയ്യണേ. ദെൻ ഞാൻ എൻ്റെ കണ്ണ് കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കുകയാണ്. ആ ഒരു ചെറിയൊരു നമുക്കൊരു ബോർഡർ ഒക്കെ ഉണ്ടാവത്തില്ല, ആ ഒരു ഫിനിഷിന് വേണ്ടി ഞാൻ കണ്ണ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, എനിക്ക് ശരിക്കും പറഞ്ഞത് ഐലൈനർ ഇടുമ്പോൾ എപ്പോഴും തെറ്റിപ്പോവും. ഇത് ചെയ്യുമ്പോൾ ഞാൻ പ്രാവശ്യം ഭഗവാനെ തെറ്റല്ലേ എന്ന് കരുതിയിട്ടാണ് ഞാൻ ചെയ്തത്. ഇനി ഞാൻ എൻ്റെ മെബിലിൻ്റെ കൊളോസൽ കാജൽ എടുത്തിട്ട് കണ്ണിൻ്റെ താഴെ നല്ല കട്ടിയായി എഴുതി കൊടുക്കുകയാണ്. ഞാൻ പൊതുവെ ഇങ്ങനെ കട്ടിയിൽ ചെയ്യാറില്ല, എനിക്കത് കംഫർട്ടബിൾ അല്ല. പക്ഷേ ഇത്തവണ ഞാൻ ചുമ്മാ ട്രൈ ചെയ്ത്, കാരണം എനിക്ക് ഒരിക്കലും ഈ ഒരു ഫിനിഷിങ്ങിൽ എനിക്ക് വരാറില്ല. ഞാൻ ഇത്തവണ രണ്ടും കൽപ്പിച്ച് ചെയ്ത് നോക്കിയാണ് എങ്ങനെയാവും എന്താണെന്ന് അറിയാനായിട്ട്. സോ അങ്ങനെയാണ് ഞാൻ ഔട്ടർ കോർണറിലും അതുപോലെ തന്നെ ഇന്നർ കോർണറിലും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഐലിഡ്സിൻ്റെ നമ്മുടെ ഈ എന്താ ടൈറ്റ് ലൈനിൻ്റെ താഴെയും ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ടൈറ്റ് ലൈൻ എന്നൊക്കെയാണ് പറയണേ, നമ്മുടെ കണ്ണിൻ്റെ ആ വരയുണ്ടല്ലോ അതിൻ്റെ താഴെയൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത്, സത്യം എല്ലാം മറന്നുപോയി. കണ്ടോ, കട്ടിയായിട്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. സോ ഇനി അതിന് ശേഷം ഞാനത് കംപ്ലീറ്റ് ആ മറ്റേ നമ്മുടെ തെറ്റായിട്ടൊന്ന് എന്താ പറയുക മിക്സ് ചെയ്യുന്നുണ്ട്, ലൈക്ക് അത് യോജിപ്പിക്കുന്നുണ്ട്. സോ അതാണ് കണ്ണിൻ്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ. നമ്മളതിലേക്ക് നമ്മുടെ ഇന്നർ കോർണറിൻ്റെ ഭാഗത്തേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു വാലൊക്കെ എഴുതി കൊടുക്കണമെന്ന് കരുതി. എനിക്ക് വാൽ റെഡി ആകത്തുണ്ട്, ഞാൻ തൽക്കാലത്തേക്ക് ഇങ്ങനെ വെച്ചു. വാൽ ശരിക്കും നമ്മൾ ഐലൈനർ കൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ ഭംഗി വരത്തുള്ളൂ. പക്ഷെ ഞാനിങ്ങനെ ചെയ്തു, അതവിടെ ഫിനിഷ് ഓഫ് ചെയ്തു. കണ്ടില്ലേ. ഇനി നമ്മളിതിലേക്ക് ചെയ്യേണ്ടത് മസ്കാരയാണ്. മസ്കാരയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം റെഡിയാവും. പക്ഷേ മസ്കാര ഞാൻ അവസാനം എടുത്തത്. ഇനി ഞാൻ എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഐബ്രോസിന് ഞാൻ എടുക്കുന്നത് മിസ് ക്ലെയറിൻ്റെ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലുള്ള ഐബ്രോ പെൻസിലാണ്. ഇത് വെച്ചിട്ട് ഞാനൊന്ന് നല്ലപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. കാരണം എനിക്ക് ആ ഒരു ഐബ്രോസിൻ്റെ ആ ഒരു ഷേപ്പ് എനിക്ക് കിട്ടണം. ഈ ഐബ്രോ എനിക്ക് ഷേപ്പ് ഇല്ല, അപ്പോൾ അത് കാരണം എനിക്ക് അതിന് ഷേപ്പ് വേണം. സോ അതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഞാൻ വേർക്കുന്നുണ്ടോ. പക്ഷെ നമ്മുടെ ആ ഒരു എന്താ പറയുക, നമ്മുടെ ആ ഒരു ഫസ്റ്റ് നമ്മളിട്ട എന്താ പറയുക വെസ്റ്റേൺ ഗ്ലോയുടെ ആ ഒരു അലോവേര ജെല്ലിൻ്റെ പവറാട്ടോ എൻ്റെ മേക്കപ്പ് ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. സോ ഞാനിത് കംപ്ലീറ്റ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളതൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. ദെൻ ഞാൻ പറഞ്ഞില്ല, എല്ലാത്തിനും ബ്ലെൻഡിങ് ആണ് ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അതുപോലെ തന്നെ നമ്മൾ ഐബ്രോസിലാണെങ്കിൽ കോമ്പിങ് ആണ് ബെസ്റ്റ്. അതൊരു ബ്ലെൻഡിങ് തന്നെയാണ്, പക്ഷെ നമുക്ക് കോമ്പിങ് എന്ന് പറയാം. സോ ഈ കോമ്പിങ് ആണ് വലിയൊരു സംഭവം. സോ നമ്മുടെ ഐബ്രോസിൻ്റെ എനിക്ക് കുറച്ചും കൂടെ കട്ടി, പൊതുവെ എനിക്ക് കട്ടി പോരാ. എനിക്ക് ശരിക്കും നമ്മുടെ കാജൽ കൊണ്ട് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആവാറ്.
ഇനി നമ്മുടെ രണ്ടാമത്തെ ഐബ്രോസും ഞാൻ ഇതുപോലെ തന്നെ ഫില്ല് ചെയ്യണം. ഐബ്രോസ് എനിക്ക് അത്യാവശ്യം ഷേപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ട് എനിക്കത് അത്ര വലിയ പ്രശ്നവുമില്ല. അത്ര ഒരുപാട് അതെനിക്ക് ചെയ്യേണ്ടി വരാറില്ല. അപ്പോൾ ഞാനിത് ആ ഒരു കുറച്ച് തിക്നെസ്സിന് ആവശ്യമായതുകൊണ്ട് ഞാൻ ആ ഒരു തെറ്റും ഭാഗത്തുമ്പോൾ ഞാൻ കുറച്ചൊന്ന് തിക്നെസ് കൂട്ടി കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് ആ ഒരു തിക്നെസ് ആവശ്യമായിരുന്നു. കാരണം ഒരു ഭാഗത്ത് മാത്രം തിക്നെസ്, മറ്റേ ഭാഗത്ത് തിക്നെസ് ഇല്ലാണ്ട് അതുകൊണ്ട് ഐബ്രോസ് കാണാൻ വലിയ ഭംഗി ഉണ്ടാകത്തില്ല. അപ്പോൾ അത് കാരണം ഞാൻ നല്ലപോലെ തിക്കായി കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇത് കോംബ് ചെയ്ത് കൊടുക്കുക. ഓഫ് കോഴ്സ് ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മൾ മെബിലിൻ്റെ ഹൈപ്പർ കേൾ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. ഇത് വാട്ടർ പ്രൂഫ് ആട്ടോ, എനിക്ക് വാട്ടർ പ്രൂഫേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കണ്ണിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല മസ്കാരയാണ്. ഇപ്പം ഞാൻ റീസെൻ്റായിട്ട് മേടിച്ചതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല പോലെ നമുക്കിപ്പോൾ കണ്ണിന് വേറെ മേക്കപ്പ് ഒന്നും ഇല്ലെങ്കിൽ കൂടെ നമുക്ക് ഈ ഒരൊറ്റ മസ്കാര മാത്രം മതി. നമുക്ക് എവറി ഡേ മേക്കപ്പ് ലുക്കിനാണെങ്കിൽ പോലും നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മുടെ കണ്ണിന് ഭയങ്കര ഡെഫിഷ്യൻ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ രണ്ട് കണ്ണിൽ തമ്മിൽ വ്യത്യാസം കണ്ടാൽ മനസ്സിലാവും. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ അതുപോലെ തന്നെ അപ്പുറത്തെ ഭാഗത്തും ചെയ്യുകയാണ്. ഞാൻ 2 കോട്ട് അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും ചെയ്യുന്നില്ല, 2 കോട്ട് മതി എനിക്ക്, അത്രയും മതി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേക്ക് ലാഷസ് ഒക്കെ വെക്കാം. പക്ഷെ നമ്മൾ സാധാരണ രീതിയിൽ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഫേക്ക് ലാഷസ് ഒക്കെ വെച്ചിട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പോകാറില്ല, ഞാൻ കാണുന്ന ആരും ഇതുവരെ പോയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് ഫേക്ക് ലാഷസ് ഒന്നും ഞാൻ വെച്ചിട്ടില്ല. പുറത്തുകാർ പോയതായിട്ട് താഴെ നമ്മൾ സിന്ധുവാണ്. അപ്പോൾ ഞാനങ്ങനെ ഫേക്ക് ലാഷസ് വെച്ച് പുറത്ത് പോകാറില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കത് കംഫർട്ടബിളും അല്ല. കാരണം എനിക്ക് കണ്ണിനൊക്കെ ചൊറിയണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ സാധനവും ഞാൻ വാട്ടർ പ്രൂഫ് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. കാരണം എനിക്ക് ഫൈനലി എനിക്ക് ആ ഒരു രീതിക്ക് വേണം എന്നുള്ളത് കാരണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ രണ്ടാമത്തെ കോട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ എന്താ പറയുക, മസ്കാര ഭയങ്കരമായിട്ട് നല്ല കട്ടിയായിട്ടുണ്ട്. പക്ഷെ ഇത് ഒരു ഭാഗത്ത് മാത്രം ആയത് കാരണം എനിക്ക് കുറച്ചൊന്ന് ചെരിഞ്ഞു പോയെന്നൊരു സംശയമുണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് താഴത്തേക്ക്, എനിക്ക് എപ്പോഴും അവിടെ ഇടുമ്പോൾ എനിക്കത് ശരിയാവാറില്ല. കാരണം എനിക്ക് എൻ്റെ കണ്ണിൻ്റെ താഴത്തെ ഭാഗത്തെ പീലികൾ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരിക്കലും അത് ഇട്ട് കഴിഞ്ഞാൽ ശരിയാവാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടുവെന്നേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തൊന്നുമില്ല. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ അപ്പുറത്തെ ഭാഗത്തും ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ ഒരു സമാധാനത്തിന്. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ആംസ്റ്റർഡാമിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് എനിക്ക് ജസ്റ്റ് പിങ്ക് ഹെവൻ അങ്ങനെ എന്തോ ആണ്. സോ അതാണ് നമ്മളൊരു ന്യൂഡ് ലിപ്സ്റ്റിക്കാണ് കൊടുക്കുന്നത്. സോ ഈ കണ്ണൊക്കെ നമ്മൾ കുറച്ച് ഹെവി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ കണ്ണിൻ്റെ കൂടെ ന്യൂഡ് ലിപ്സ്റ്റിക് ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആവുക. എങ്കിൽ മാത്രമേ നമ്മുടെ കണ്ണ് പോപ്പ് ഔട്ട് ചെയ്തിരിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ഹെവി ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കല്യാണ പെണ്ണൊന്നും അല്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക, വളരെ ന്യൂഡായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് കൊടുക്കുന്നത്. എന്നിട്ടാണ് ഞാൻ ഫിനിഷ് ഓഫ് ചെയ്യുന്ന മേക്കപ്പ്. നമുക്ക് ഫൈനൽ ലുക്ക് കണ്ടിട്ട് വരാം.